ലോകമെമ്പാടുമുള്ള മലയാളി മനസ്സുകളിൽ ഇപ്പോൾ സന്തോഷത്തിൻ്റെ പെരുന്നാൾ നിലാവാണ് വിരിഞ്ഞു നിൽക്കുന്നത്. 20 വർഷത്തെ നീണ്ട കാത്തിരിപ്പ്, പ്രാർത്ഥനകൾ, കണ്ണീർ. ഒടുവിൽ ആ കണ്ണീർ കടൽ കടന്ന് അബ്ദുൾ റഹീം തൻ്റെ ജന്മനാട്ടിലേക്ക്, പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിലേക്ക് എത്തിച്ചേരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. കോഴിക്കോട് ഫറോക്കിലെ സീനത്ത് മൻസിൽ എന്ന ആ വീട്ടിൽ ഇപ്പോൾ ദുഃഖത്തിൻ്റെ കറുത്ത മേഘങ്ങളില്ല, പകരം ആനന്ദത്തിൻ്റെ നക്ഷത്രങ്ങളാണ് തിച്ചുയർന്നിരിക്കുന്നത്. മരണത്തിൻ്റെ നിഴലിൽ നിന്ന്, തൂക്കുമരത്തിൻ്റെ വക്കിൽ നിന്ന് ഒരു മലയാളി യുവാവ് തൻ്റെ സ്വന്തം ഉമ്മയുടെ മടിത്തട്ടിലേക്ക് വലിച്ചെത്തുന്നത് കേവലം ഒരു വാർത്തയല്ല, അത് ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു അത്ഭുതമാണ്. അസാധ്യമെന്ന് കരുതിയ ഒരു കാര്യത്തെ അതിവേഗം സാധ്യമാക്കിയ ലോക മലയാളി കൂട്ടായ്മയുടെ കാരുണ്യത്തിൻ്റെ കഥയാണിത്. അതെ, ഫറോക്കിലെ അബ്ദുൾ റഹീമിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഈ ശുഭവാർത്ത കേൾക്കാനിടയാകുമ്പോൾ വലിയ സന്തോഷം തന്നെ അത് നൽകുന്നു. റഹീം എന്ന അറബി വാക്കിനർത്ഥം കാരുണ്യവാൻ എന്നാണ്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മലയാളികളുടെ ഹൃദയത്തിൽ നിറഞ്ഞ ആ കാരുണ്യം തന്നെയാണ് ഇന്ന് റഹീമിന് ഈ മോചന വഴി തുറന്നു നൽകിയത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കണം എന്ന ആഹ്വാനവുമായി മാധ്യമങ്ങളും നാട്ടുകാർ മുന്നിട്ടിറങ്ങിയപ്പോൾ മലയാളി സമൂഹം ഒന്നടങ്കം അത് ഏറ്റെടുക്കുകയായിരുന്നു. വെറും 4-5 ദിവസങ്ങൾ കൊണ്ട് 34 കോടിയോളം രൂപയാണ് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഒഴുകിയെത്തിയത്. മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഈ മഹാവിജയം 1 കോടി മലയാളി മനസ്സിൻ്റെ കൂട്ടായ്മയുടെ അടയാളമാണ്. അന്ന് ആദ്യമായി റഹീം ജയിലിൽ നിന്ന് ഫോണിലൂടെ സംസാരിച്ച നിമിഷം മുതൽ ഇന്ന് ഈ നിമിഷം വരെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന കുടുംബത്തിന് ഇത് പുനർജന്മത്തിൻ്റെ ദിവസമാണ്. ആരെല്ലാം ഈ വീട്ടിൽ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ കാണാൻ കഴിഞ്ഞത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ആ ഉമ്മയെയാണ്. ആ പാത്തു എന്ന ഫാത്തിമ, ആ പ്രിയപ്പെട്ട ഉമ്മ മകൻ്റെ ഓരോ കേസ് ഡയറിയും നാളെ എന്ന് നീണ്ടുപോയപ്പോൾ ഉള്ളുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു. കഴിഞ്ഞ 20 വർഷമായി ആ ഉമ്മയ്ക്ക് ചെറിയ പെരുന്നാളോ വലിയ പെരുന്നാളോ ഒരു ആഘോഷമായിരുന്നില്ല. മകനില്ലാത്ത ഏത് ആഘോഷമാണ് ഒരു ഉമ്മയ്ക്ക് സന്തോഷം നൽകുക? എന്നാൽ ഈ ദുൽഹജ്ജ് മാസത്തിലെ ബലിപെരുന്നാളിൻ്റെ ഈ പുണ്യദിനങ്ങളിൽ തൻ്റെ റഹീമിൻ്റെ മോചന വിവരം എത്തിയത് അള്ളാഹുവിൻ്റെ നിയോഗമാണ്. ഉമ്മ ഇനി ഒട്ടും വിഷമിക്കേണ്ടതില്ല. ഉമ്മയുടെ പ്രാർത്ഥനകൾ അള്ളാഹു കേട്ടിരിക്കുന്നു. ഉമ്മയുടെ കണ്ണീരിൻ്റെ വിലയാണ് റഹീം മോചനമായി മുന്നിലെത്തി നിൽക്കുന്നത്. സൗദി ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ നിയമ നടപടികളും വിസ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി റഹീം വിമാനത്തിൽ കയറി നാട്ടിലേക്ക് തിരിക്കുന്ന ആ കുറച്ചു മണിക്കൂറുകൾ മാത്രമേ ഉമ്മ കാത്തിരിക്കേണ്ടതുള്ളൂ. ഞങ്ങൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല. പ്രപഞ്ചനാഥനോടും റഹീമിന് വേണ്ടി കൈകോർത്ത ലോകത്തിലെ എല്ലാ നല്ലവരായ മനുഷ്യരോടും മാധ്യമങ്ങളോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഉമ്മ എപ്പോഴും ഫോണിൽ സംസാരിക്കുമ്പോഴൊക്കെ വിഷമിക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാ നടപടികളും കഴിഞ്ഞു. 1-2 ദിവസത്തിനുള്ളിൽ അവൻ വീട്ടിലെത്തും. ഉമ്മ പറയുന്നത് അവൻ നാട്ടിലെത്തി ഈ വീട്ടിലേക്ക് കാല് കുത്തിയ ശേഷം മാത്രമേ എല്ലാവരുടെയും മുന്നിലേക്ക് വന്ന് സന്തോഷം പങ്കുവെക്കൂ എന്നാണ്. ഈ ബലിപെരുന്നാൾ ദിവസങ്ങളിൽ തന്നെ അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവനെ ഒന്ന് നേരിൽ കാണാൻ, നെഞ്ചോട് ചേർക്കാൻ കാത്തിരിക്കുകയാണ് ഞങ്ങൾ എന്നാണ് റഹീമിൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നത്. 20 വർഷത്തെ നീണ്ട നോവിനാണ് ഇവിടെ ശുഭപര്യവസാനമുണ്ടായിരിക്കുന്നത്. ഉമ്മ, നിങ്ങളുടെ മകൻ റഹീം ഇതാ വരുന്നു. ഇനി ഉമ്മയുടെ മനസ്സിൽ പൂർണ്ണ സമാധാനവും സന്തോഷവും മാത്രം നിറയട്ടെ. ഇനിയുള്ള കാലം പ്രിയപ്പെട്ട മകൻ്റെ കൈപിടിച്ച് ആ തണലിൽ സമാധാനത്തോടെ ജീവിക്കാൻ ഉമ്മാക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.